പെനാൽറ്റി നഷ്ടമായെങ്കിൽ എന്താ, ചരിത്രം നഷ്ടമായില്ല. ലിയോണൽ മെസ്സി ലോകത്തെ വീണ്ടും വിസ്മയിപ്പിക്കുന്നു. ലോകകപ്പിലെ ഏറ്റവും വലിയ ഗോൾ വേട്ടക്കാരനായി മാറിയ ഈ മത്സരത്തിലെ കണക്കുകളും വസ്തുതകളും നോക്കാം. 18 ഗോളുമായി ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗോൾ വേട്ടക്കാരൻ ഇനി ലിയോണൽ മെസ്സി. അതിൽ 4 എണ്ണം വന്നത് വലങ്കാലുകൊണ്ട്, 14 എണ്ണം ഇടങ്കാലുകൊണ്ട്. ഹെഡർ ഗോൾ ഈ ലോകകപ്പിൽ തന്നെ ഉണ്ടാകുമോ? 1990-ൽ അലസാൻഡ്രോ ആൾട്ടോബെല്ലിയുടെയും 2010-ൽ ഡേവിഡ് വിയയുടെയും പാത പിന്തുടർന്ന് ലിയോണൽ മെസ്സി പെനാൽറ്റി മിസ്സാക്കിയതിനു ശേഷം 2 ഗോളുമായി അത്യുഗ്രൻ തിരിച്ചുവരവ് നടത്തിയ താരങ്ങൾ. ലോകകപ്പിന്റെ ആദ്യ 2 മത്സരങ്ങളിൽ നിന്ന് 5 ഗോൾ അടിക്കുന്ന 4ാമത്തെ താരമാവുകയാണ് ലിയോണൽ മെസ്സി. 1954-ൽ സാൻഡർ കോച്ചിഷ്, 1958-ൽ ജസ് ഫൊണ്ടൈൻ, 2018-ൽ ഹാരി കെയ്ൻ. തുടർച്ചയായി 3 ലോകകപ്പ് മത്സരങ്ങളിൽ ഒന്നിലധികം ഗോൾ നേടുന്ന 3ാമത്തെ താരം. 1930-ൽ ഗിയമ്മോ എസ്റ്റബിയെ, 1954-ൽ സാൻഡർ കോച്ചിഷ്. തുടർച്ചയായ 6 ലോകകപ്പ് മത്സരങ്ങളിൽ ഗോളടിച്ച 3ാമത്തെ താരം. 1958-ൽ ജസ് ഫൊണ്ടൈൻ, 1970-ൽ ജെർസിഞ്ഞോ. അവസാനമായി ലോകകപ്പിലെ ആദ്യ 2 മത്സരങ്ങൾ അർജന്റീന വിജയിക്കുന്നത് 2014-ൽ. 1998-ലാണ് ക്ലീൻ ഷീറ്റോടുകൂടി ആദ്യ 2 വിജയങ്ങൾ. 2022-ൽ കിരീടമുയർത്തിയ ഗോട്ട്, 2026-ൽ ടോപ്പ് സ്കോററായി. ഇനി എന്തു വേണം?